عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ആമുഖ പ്രഭാഷണം നടത്തുന്നില്ല, വ്യവസ്ഥയിലേക്ക് കടക്കുകയാണ്. ക്ലാരി പുത്തൂർ അബൂബക്കറിന്റെ വീട്ടിൽ വെച്ച് 16/1/2016 മുജാഹിദ് വിഭാഗത്തെ പ്രതിനിധീകരിച്ച് അബൂബക്കർ, മുസ്തഫ എന്നിവരും സുന്നി വിഭാഗത്തെ പ്രതിനിധീകരിച്ച് നൗഫൽ നെല്ലിക്കുത്ത്, ഹുസൈൻ വണ്ടൂർ, ഫാരിസ് അലി വണ്ടൂർ എന്നിവർ ചേർന്നുണ്ടാക്കിയ സുന്നി മുജാഹിദ് സംവാദത്തിന് വേണ്ടി ആവശ്യമായ നിബന്ധനകൾ: 1. സംവാദം 6/2/16 ശനി 9:30 പൊന്നാനിയിലെ മുസ്തഫയുടെ വീട്ടിൽ വെച്ച് നടത്തുന്നു. ഇരു വിഭാഗത്തിൽ നിന്നും 15 പേർ പങ്കെടുക്കുന്നു. അതിൽ 4 പേര് വീതം സ്റ്റേജിൽ സംസാരിക്കേണ്ടി വരും. ഒരാൾ വീതം മധ്യസ്ഥനായും 10 പേർ ശ്രോതാക്കളും ആയിരിക്കും. വിഷയം ഇസ്തിഗാസ. സുന്നിവാദം: വഫാത്തായ മഹാത്മാക്കളോട് സഹായം തേടൽ ശിർക്കല്ല. മുജാഹിദ് വാദം: മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം തേടുന്നത് ശിർക്കാണ്. നറുക്കിട്ട് തീരുമാനിക്കുന്നതനുസരിച്ച് ഓരോ വിഭാഗവും 15 മിനിറ്റ് വീതം വിഷയം അവതരിപ്പിക്കുക. ശേഷം ആദ്യം വിഷയം അവതരിപ്പിച്ചവരോട് രണ്ടാമത് വിഷയം അവതരിപ്പിച്ചവർ ചോദ്യങ്ങൾ ചോദിക്കുക. തുടർന്ന് മറുവിഭാഗം ചോദ്യം ചോദിക്കുക. ഓരോ വിഭാഗത്തിനും ചോദ്യത്തിനും മറുപടിക്കും 7 വീതം അവസരം ഉണ്ടായിരിക്കുന്നതാണ്. ചോദ്യത്തിന് 3 മിനിറ്റും മറുപടിക്ക് 4 മിനിറ്റും. അവസാനം ഇരുവിഭാഗവും 10 മിനിറ്റ് അവലോകനവും നടത്തുക. വീഡിയോ റെക്കോർഡിംഗ് ഒരാളെ ഏൽപ്പിക്കുക. ഇരുവിഭാഗവും ചിലവ് തുല്യമായി വഹിക്കുകയും ചെയ്യുക. ശ്രോതാക്കളുടെ ഭാഗത്തു നിന്നും തക്ബീർ, സ്വലാത്ത്, കയ്യടി തുടങ്ങി ഒരു ശബ്ദവും ഉണ്ടാകാവുന്നതല്ല. മുന്നറിയിപ്പ് വകവെക്കാതെ അങ്ങനെ ചെയ്യുന്നവരെ പുറത്താക്കാവുന്നതാണ്. പ്രമാണങ്ങൾ: പരിശുദ്ധ ഖുർആൻ, സഹീഹായ ഹദീസ്, ഇജ്മാ, ഖിയാസ് എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ചർച്ച. സുന്നി പക്ഷം മുഹമ്മദ് നൗഫൽ, ഫാരിസ് അലി. മുജാഹിദ് പക്ഷം അബൂബക്കർ പുയിത്തറ, മുസ്തഫ പൊന്നാനി. ഈ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ചർച്ചയിലേക്ക് നാം കടക്കുകയാണ്. അല്ലാഹു തആല ഹക്കിനെ നമുക്ക് വെളിവാക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. ഖുദ് ബിഐദീനാ ഖല്ലത്ത് ഹീലത്തുനാ അദ്രിക്നാ യാ സയ്യിദനാ യാ റസൂലല്ലാഹ്.
അദ്രിക്നാ യാ സയ്യിദനാ യാ റസൂലല്ലാഹ് അദ്രിക്നാ യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. പ്രവിശാലമായ ഒരു വിഷയാവതരണത്തിന് പ്രഖ്യാപിത സമയം പ്രാപ്തമല്ലാത്തത് കൊണ്ട് തന്നെ ആമുഖം ദീർഘിപ്പിക്കാതെ ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മുസ്ലിങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാ ആളുകളും ഏകദൈവ വിശ്വാസികളാണ്. അഥവാ ഒരു ഇലാഹേ നമുക്കുള്ളൂ. ഇന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദുൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രഖ്യാപനമാണത്. ഒരൊറ്റ ഇലാഹിനെ മാത്രം ആരാധിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ സർവാരാധനകളുടെ സർവസമർപ്പണവും അത് ഏകനായ അള്ളാഹുവിന് മാത്രമാവണം. പരിശുദ്ധമായ ഖുർആൻ ശരീഫിന്റെ പ്രഥമമായ സൂറത്തുൽ ഫാത്തിഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ആരാധനകൾ മുഴുവനും അത് അള്ളാഹുവിന് മാത്രമായിരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടൊരു കാര്യം നമുക്ക് സുവ്യക്തമാണ്. ഒരിക്കൽ പോലും ആരാധനയുടെ വിഷയത്തിൽ ഒരു സത്തയെ, ഒരു ശക്തിയെ, ഒരു വസ്തുവിനെ നമ്മൾ പങ്കുകാരാക്കാൻ പാടില്ല. അത് ശിർക്കാണ്. ഇന്ന ശിർക ലദുൽമുൻ അദീം. ശിർക്ക് എന്ന് പറയുന്നത് പാപമോചനരഹിത കൊടും പാതകമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പരിശുദ്ധമായ ഖുർആനിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, വ്യക്തമായി വിഷയാവതരണത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും ശിർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള വിഷയത്തിൽ ലോക മുസ്ലിങ്ങൾക്ക് ഏക സ്വരമുള്ളൂ. ഒരിക്കലും ശിർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള വിഷയത്തിൽ നമുക്ക് തർക്കമില്ല. ആരും ശിർക്ക് ചെയ്യാൻ പാടില്ല. ശിർക്ക് ചെയ്യുന്നവൻ ഒരിക്കലും മുസ്ലിമല്ല. അക്കാര്യത്തിൽ ഇത്തിഫാക്കാണ്, ഏക സ്വരമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. പിന്നെ എവിടെയാണ് വിഷയം കിടക്കുന്നത്? അത് ശിർക്കല്ലാത്ത ചില വിഷയങ്ങളെ ശിർക്കാക്കുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം വിവരമില്ലായ്മയാണ്. എന്താണ് ശിർക്ക് എന്ന് തിരിയാത്തതിന്റെ പ്രശ്നം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. പല വിഷയങ്ങളും പാരമ്പര്യമായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ചെയ്തു പോരുന്നതായ, മുസ്ലിം ഉമ്മത്ത് ചെയ്തു പോരുന്നതായ പല വിഷയങ്ങളെയും അല്പജ്ഞാനികളായ മുജാഹിദ് പ്രവർത്തകർ അവർ ഏകദേശം കേരളത്തിൽ പിറവിയെടുത്തിട്ട് ഒരു നൂറ്റാണ്ട് ആയിട്ടുണ്ടോ എന്നുള്ളത് തന്നെ സംശയമാണ്. ഒരു നൂറ്റാണ്ട് ഏത് വിഭാഗത്തിനാണ് പൂർത്തിയായത് എന്നുള്ളതും സംശയമാണ്. അത്രത്തോളം വിഭാഗങ്ങൾ ആ ഒരു ഗ്രൂപ്പിലുള്ളത് കൊണ്ട് തന്നെ ഒരു നൂറ്റാണ്ട് ആർക്കാണ് പറയുക? ഒരു നൂറ്റാണ്ടായിട്ടുണ്ടോ? ചുരുക്കി പറഞ്ഞാൽ ഇത്തരം വിഘടനവാദികൾ വന്നിട്ട് ഒരു നൂറ്റാണ്ടായി എന്ന് നമുക്ക് പറയാം. അതാണ് യഥാർത്ഥത്തിൽ പറയാൻ പറ്റില്ല. ആ ഒരു നൂറ്റാണ്ടിന് ശേഷം വന്ന ഒരു നൂറ്റാണ്ട് കാലമായി പാരമ്പര്യമായി കേരളത്തിൽ ഏകദേശം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തന്നെ മുസ്ലിങ്ങളുണ്ട്. ചരിത്രം അത് പഠിപ്പിക്കുന്നുണ്ട്. അതുവരെ ചെയ്തു പോകുന്നതായ ആചാരങ്ങളെ, പ്രമാണാധിഷ്ഠിതമായ ആരാധനകളെ നിർദാക്ഷിണ്യം ശിർക്കാക്കി. എന്താണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം? വിവരമില്ലായ്മയാണ്. ഏതെങ്കിലും ഒരുവൊക്കെ ചെറിയ ചെറിയ ഇബാറത്തിന്റെ തുണ്ടുകൾ മനസ്സിലാക്കി കാടടക്കി വെടിവെച്ചു. ഞങ്ങൾക്ക് തന്നെയാണ് കൂടുതൽ അറിവുള്ളത് എന്നുള്ള ഒരു അഹങ്കാരത്തിന്റെ ഭാഷയായിരുന്നു യഥാർത്ഥത്തിൽ അത്. സഹോദരന്മാരെ, കൂടുതൽ ഞാൻ സംസാരിക്കുകയല്ല. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ തെരഞ്ഞെടുത്ത വിഷയം എന്താണ്? ശ്രദ്ധിക്കണം നിങ്ങൾ. വിഷയം എന്താണ്? മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് സഹായം തേടൽ ശിർക്കല്ല എന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅ, ശിർക്കാണ് എന്ന് മുജാഹിദ് വിഭാഗം. വിഷയം ഒന്നുകൂടി പറയുന്നു. മരണപ്പെട്ടു പോയതായ മഹാന്മാരെ വിളിച്ച് സഹായം തേടൽ ശിർക്കാണ് എന്ന് മുജാഹിദ്, അല്ല എന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അല്ല എന്നുള്ള വാദം അത് തികച്ചും പ്രമാണാധിഷ്ഠിതമാണ്. ആണ് എന്നുള്ള വാദോ അത് അബദ്ധ ജഡിലവുമാണ് എന്ന് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഇവിടെ തെളിയിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ.
മനുഷ്യന്റെ ആവാസ വ്യവസ്ഥ എന്താണ്? തഅവനു അലൽ ബിർരി വത്തഖ്വ. നിങ്ങൾ പരസ്പരം സഹായിക്കണം, സഹകരിക്കണം. ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അതിന്റെ തഫ്സീറിൽ പറയുന്നുണ്ട്, ഒരാൾ സഹായം ചോദിച്ചാൽ അവനക്ക് കഴിയുമെങ്കിൽ ആ സഹായം ചെയ്തു കൊടുക്കൽ നിർബന്ധമാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ പരസ്പരം സഹായം തേടണം. സഹായ തേട്ടത്തിൽ ശിർക്ക് ഇല്ല. ജീവിച്ചിരിക്കുന്ന ആളുകളോട് സഹായം ചോദിക്കാം, അത് എന്ത് സഹായവും ചോദിക്കാം. അറിയുമോ നിങ്ങൾക്ക് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വർഗം ചോദിച്ചവരുണ്ട്. എന്തേ നിങ്ങൾ എന്നോട് സ്വർഗം ചോദിക്കാത്തത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ച സന്ദർഭമുണ്ട് സഹോദരന്മാരെ. അത് മനുഷ്യ കഴിവിന് അതീതം, മനുഷ്യ കഴിവിന് അപ്പുറം ഇപ്പുറം എന്നുള്ള ഒരു തെക്കുസീമ് അങ്ങനെ ഒന്നില്ല, ഒരു വിഭാഗീയത ഒന്നില്ല. അതാരോ അല്പജ്ഞാനികളായ ആളുകൾ അവരുടെ ആശയ പാപ്പരത്തം നടപ്പാക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ആശയങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയിട്ട് അവർ മെനഞ്ഞുണ്ടാക്കിയതാണ്. അങ്ങനെ ഒരു ഒറ്റ ഇമാം പറഞ്ഞിട്ടുണ്ടോ?